അറ്റാക്ക് സംബന്ധമായ പ്രശ്നങ്ങൾ കണ്ടുപിടിക്കുവാനുള്ള നൂതന മിഷണറി സഹായവും ഇവിടെ ലഭ്യമാണ്. പൂക്കോട്ടുംപാടത്ത് 24/7 പ്രവർത്തിക്കുന്ന ഏക സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ മിത്ര ഹോസ്പിറ്റൽ, നിലമ്പൂർ റോഡ്, പൂക്കോട്ടുംപാടം. ചോക്കാടങ്ങാടിയിൽ വൻ തീപിടുത്തം. ടൗൺ ജുമാ മസ്ജിദ് മുൻവശത്തെ സെൻട്രൽ ബേക്കറി പൂർണ്ണമായും കത്തിനശിച്ചു. ചോക്കാട് സ്വദേശി പുലത്ത് സജീറിന്റെ ബേക്കറിയും സമീപത്തെ കടയുമാണ് പൂർണ്ണമായും കത്തിനശിച്ചത്. ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് 1 മണിക്കൂറോളം നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് തീ അണയ്ക്കാനായത്. ബുധനാഴ്ച പുലർച്ചെ 1:15 ചോക്കാടങ്ങാടിയിലെ സെൻട്രൽ ബേക്കറിയിൽ തീപിടുത്തമുണ്ടായത്. പുലത്ത് ഉമ്മറിന്റെ മകൻ സജീറിന്റെ ഉടമസ്ഥതയിലുള്ള സെൻട്രൽ ബേക്കറി ആൻഡ് കൂൾബാറും ഇവരുടെ തന്നെ മറ്റൊരു കടയുമാണ് കത്തിച്ചാമ്പലായത്. ബേക്കറിയോട് ചേർന്ന ഹാർഡ്വെയർ, ഫുഡ്വെയർ, ഫാൻസി ഐറ്റംസ് എല്ലാമുള്ള കടയാണ് കത്തിയത്. രണ്ടാമത്തെ കട അടുത്തിടെയാണ് സജീർ വാങ്ങിയത്. കട വിപുലീകരിക്കുന്ന പ്രവൃത്തികൾ നടന്നുവരികയായിരുന്നു. ഇൻവെർട്ടറും ഓവനും ഫ്രീസറുകൾ ഉൾപ്പെടെ 4 റെഫ്രിജറേറ്ററുകളും CCTV ക്യാമറകളും ഗ്യാസ് സ്റ്റവും അലമാരകളും ഷെൽഫുകളും സ്റ്റാൻഡുകളുമെല്ലാം കത്തിനശിച്ചു. ബേക്കറിയിലുണ്ടായിരുന്ന സാധനങ്ങളും പൂർണ്ണമായി കത്തിനശിച്ചു. രണ്ടാമത്തെ കടയിലുണ്ടായിരുന്ന സാധനങ്ങളും പൂർണ്ണമായി കത്തിനശിച്ചു. തീ വലിയ തോതിൽ ആളിപ്പടർന്നതും ബേക്കറിയിൽ ഗ്യാസ് സിലിണ്ടർ ഉണ്ടായതും രക്ഷാപ്രവർത്തനത്തെ ബാധിച്ചു. സജീർ വിളിച്ചപ്പോഴാണ് നമ്മൾ അറിയുന്നത്. അപ്പോൾ നമ്മൾ മോട്ടറും പൈപ്പും എടുത്ത് വെള്ളമടിച്ച്, പക്ഷേ വെള്ളമടിച്ച് കുറച്ച് കഴിഞ്ഞേക്ക് കറണ്ട് ഓഫായി. പിന്നെ വെള്ളമടിച്ചാൻ കഴിഞ്ഞില്ല. പിന്നെ ഒരു 1/4-3 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഫയർഫോഴ്സിൻ്റെ വണ്ടി വന്ന് തീ അണച്ചത്. എന്താണ് സംഭവിച്ചതെന്നാണ് കരുതുന്നത്? എന്താന്ന് ഞങ്ങൾ വന്നപ്പോൾ നല്ലോണം കത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്താ സംഭവിച്ചതെന്ന് നമുക്കറിയില്ല. 1:10 ആകുമ്പോൾ കോൾ വന്നു. അങ്ങനെ വന്നു നോക്കുമ്പോൾ അവിടെ നല്ല കത്തലാണ്. ഒരു 1:45 ഫയറിൻ്റെ 2 എഞ്ചിൻ വന്നു, തീ അണച്ചു. ഷോർട്ട് സർക്യൂട്ടാണ് കാരണം എന്നാണ് പറയുന്നത്. എന്താണ് ശരിക്ക് അറിയില്ല. അതിൻ്റെ ഉദ്യോഗസ്ഥർ വന്നതിൻ്റെ തെളിവെടുപ്പ് നടത്തിയ ശേഷമേ അറിയുള്ളൂ. ഏതായാലും വലിയൊരു ദുരന്തം. പിന്നെ ഗ്യാസ് സിലിണ്ടറൊക്കെ ഉണ്ടായിരുന്നു ഉള്ളിൽ, ഒറ്റ സിലിണ്ടർ ഉള്ളായിരുന്നു. അത് കാലി കുറച്ചേ ഉള്ളായിരുന്നു. ഫയർ എഞ്ചിൻ വന്ന് അത് തണുപ്പിച്ചതിന് ശേഷം പുറത്തെടുത്തിട്ട് ഒരു ശമനം ഉണ്ടായി. അതുവഴി കടന്നുപോയ ടൂറിസ്റ്റ് ബസ്സിലെ യാത്രക്കാരാണ് ആദ്യം തീ കത്തുന്നത് കണ്ടത്. ഉടൻ അവർ ബസ് നിർത്തി സമീപത്തെ പള്ളി ജീവനക്കാരെ വിവരമറിയിക്കുകയായിരുന്നു. ഇവർ നാട്ടുകാരെയും ഫയർഫോഴ്സിനെയും വിവരമറിയിച്ചു. നിലമ്പൂരിൽ നിന്നുള്ള 2 യൂണിറ്റ് ഫയർഫോഴ്സ് യൂണിറ്റുകളെത്തിയാണ് തീ അണച്ചത്. ഏകദേശം 12 ലക്ഷം രൂപയുടെ നാശനഷ്ടമാണ് ഉണ്ടായത്. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ കത്തിയ സ്ഥലം പരിശോധന നടത്തി. ഷോർട്ട് സർക്യൂട്ടാണ് തീ പടരാൻ കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ന്യൂസ് ബ്യൂറോ, ചോക്കാട്.